ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, നമസ്കാര സ്ഥലത്ത് ഫോട്ടോകൾ, നമസ്കരിക്കുന്ന റൂമിൽ ഫോട്ടോകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും ജുമുഅക്ക് പോയി കഴിഞ്ഞാൽ നമസ്കരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ പേപ്പർ വിരിക്കേണ്ടി വരും. അപ്പോൾ ആ പേപ്പറുകളിൽ, ന്യൂസ് പേപ്പറുകളിൽ ഫോട്ടോകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്മേൽ നമസ്കരിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, പള്ളികളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പേപ്പറുകൾ വിരിക്കാതെ തന്നെ ശുദ്ധമായ നല്ല സ്ഥലത്ത് നമസ്കരിക്കാനുള്ള സൗകര്യം നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ പരമാവധി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അപ്പോൾ ഈ റൂമിൽ, ഫോട്ടോ ഉള്ള റൂമുകളിൽ വെച്ച് നമസ്കരിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനം എന്താ അറിയോ, നമസ്കരിക്കുന്ന സ്ഥലവും നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ശരീരവും ഇതൊക്കെ നജസ്സുകളിൽ നിന്ന് ഇതൊക്കെ മുക്തമാകുക എന്നുള്ളതാണ്. പേപ്പർ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പലതരം ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫോട്ടോയിൽ നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ടൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ആ ഫോട്ടോയിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കാനും അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകാനൊക്കെ വളരെയധികം സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ വെച്ച് നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കുകയില്ല. എങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കാൻ, നല്ല നമസ്കരിക്കാനായിട്ട് നമ്മൾ നല്ലൊരു മുസ്വല്ല ഒന്ന് കരുതുകയാണ് വേണ്ടത്. അതൊരു ഘനം കുറഞ്ഞിട്ടുള്ള മുസല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ, ആ പേപ്പറിൽ എന്ന് പറഞ്ഞാൽ സിനിമൻ്റെ പരസ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ അർദ്ധനഗ്നയായിട്ടുള്ള, അർദ്ധനഗ്ന എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഒരു 90% നഗ്നയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ, അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ ആയിരിക്കും നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഉണ്ടാകുക. അപ്പോൾ അവിടെ ചെന്ന് സുജൂദ് ചെയ്യുക, അതൊക്കെ വളരെയധികം ഒരു മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ നല്ല നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ഇത്തരം പള്ളികളിലേക്കാണ് എത്തുന്നതെങ്കിൽ, അഥവാ അകത്ത് നമസ്കരിക്കാനുള്ള സൗകര്യമില്ല, പുറത്ത് പേപ്പർ വിരിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, നമസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ മുസല്ല സംഘടിപ്പിക്കുക, അത് കൂടെ കരുതുക. അത് എപ്പോഴും കൂടെ കരുതിയാൽ മതി അങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് അതിൽ നമസ്കരിക്കുക. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിമഹത്തായ ഇബാദത്താണ്. ആ ഇബാദത്തിന് പോരായ്മകളും വീഴ്ചകളും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ ഇപ്പോൾ രാജാക്കന്മാരുടെ ഫോട്ടോ ഉണ്ട് ഒരു റൂമിൽ, അവിടെ വെച്ച് നമസ്കരിക്കാമോ? അതിന് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളെ നമസ്കാരത്തിൽ ആ ഫോട്ടോയിലിടക്കിടക്ക് നോക്കുക, അങ്ങനെ രാജാവ് ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളൊക്കെ നമസ്കാരത്തിൽ ഓർക്കുക. ഇതിനൊക്കെ വളരെയധികം സാധ്യത ഉണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെ ഫോട്ടോകൾ വെക്കേണ്ടതെന്ന് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. എന്തിനാണ് നമ്മളതിനൊക്കെ ആവശ്യമില്ലാതെ പണം ചെലവഴിച്ച് നമ്മുടെ റൂമിൽ അത് വെക്കേണ്ട കാര്യം എന്താ? രാജാക്കന്മാരുടെയും മറ്റൊക്കെ ഫോട്ടോ വെക്കേണ്ട കാര്യം എന്താണ്? അതുപോലെ നമസ്കരിക്കുമ്പോൾ ചില ആളുകൾ TV, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം പോലും, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം പോലും നമസ്കരിക്കുന്ന ആളുടെ അടുത്ത് വെച്ച് ഉച്ചത്തിൽ നിർവഹിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്. ശബ്ദം കുറക്കണം. നമസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന വിധത്തിൽ ഉച്ചത്തിൽ ഓതാനും വേണ്ടി പാടില്ല. അപ്പോൾ ഒരാൾ TV, അവിടെ ന്യൂസോ അല്ലെങ്കിൽ TVയിലെ മറ്റുള്ള വിനോദ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ സമീപത്ത് വെച്ച് നമസ്കരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് നമസ്കരിക്കാൻ ഏറ്റവും ശാന്തവും നമുക്ക് നല്ല ഭക്തിയൊക്കെ കിട്ടുന്ന, അച്ചടക്കമുള്ള, ശാന്തമായിട്ടുള്ള ഒരു വൃത്തിയുള്ള സ്ഥലത്ത് ആയിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തു കൂട്ടല്ല, വളരെ അച്ചടക്കത്തോടുകൂടെ ശാന്തമായിട്ട് ഭക്തിയോടുകൂടെ നമ്മൾ നമസ്കരിക്കണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ഭക്തിയെക്കുറിച്ച്, വിനയത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സതിലങ്ങോട്ട് മുഴുകണം. പരിശുദ്ധ ഖുർആനിൻ്റെ 23-ാം അധ്യായം
അതിന് പേര് സൂറത്തുൽ മുഅ്മിനൂൻ എന്നാണ്. അതിൻ്റെ ആരംഭത്തിൽ കാണാം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നുള്ളതാണ്. അതായത് അവരുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ. മഹാനായിട്ടുള്ള ഇമാം ജലാലൈനി, രണ്ട് ഇമാമുമാരാണല്ലോ, ജലാലുദ്ദീൻ മുഹമ്മദ് അൽ മഹല്ലി, അതുപോലെ ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി. ആ രണ്ട് മഹാന്മാർ എഴുതിയിട്ടുള്ള തഫ്സീറുൽ ജലാലൈനിയിൽ ഖാശിഊൻ എന്ന് പറഞ്ഞാൽ മുതവാളിഊൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല വിനയം കാണിച്ചുകൊണ്ട്, വിനയത്തോടുകൂടെയുള്ള ആ നമസ്കാരം അത് അങ്ങനെ നിർവഹിക്കണം. എന്നാലാണ് ആ സത്യവിശ്വാസികൾ വിജയിക്കുക. അങ്ങനെയുള്ളവരാണ് വിജയികൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ വിനയം മാത്രമല്ല, ഭക്തി ഉണ്ടാവണം, തഖ്വയുണ്ടാകണം, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നുള്ള ബോധം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. ഖാശിഊന എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നന്നായിട്ട് അറിയുന്ന, പഠിച്ചിട്ടുള്ള ആളാണ്. വിശുദ്ധ ഖുർആൻ്റെ തർജുമാനുൽ ഖുർആൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നബി വിശേഷിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് പ്രവാചകൻ്റെ പിതൃ സഹോദര പുത്രനാണ്. അദ്ദേഹം ഖാശിഊൻ, അതായത് വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നുള്ള ഭാഗത്തിന്, അഥവാ ഖുശൂഅോടുകൂടെ നമസ്കരിക്കുന്ന സത്യവിശ്വാസികളാണ് തീർച്ചയായും വിജയിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഖുശൂ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ, ഹിജ്റ 774 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഖാശിഊൻ എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അൻ ഇബ്നു അബ്ബാസ് ഖാശിഊന ഖായിഫൂന സാകിനൂൻ. അവര് ഭയം, പേടി, അള്ളാഹുവിൻ്റെ ആ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സാക്കിനൂൻ, ശാന്തമായിട്ട് നമസ്കരിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് വിജയികൾ. നമ്മൾ ആ തക്ബീർ ഇങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ സലാം വീടുന്നവരെ മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ മുമ്പിലാണെന്നുള്ള ആ ഒരു ഭയം അതുണ്ടാവണം. ഇത് മഹാനായ അലി റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള അർത്ഥമല്ല ഖുശൂ, ഖാശിഊൻ എന്നാണല്ലോ. ഖുശൂഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ആ ഒരു വിനയവും ഭയവും. വിനയം മാത്രം പോരാ ഭയവും, ഭയം മാത്രം പോരാ വിനയവും. അത് രണ്ടും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെയായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ മേൽപോട്ടോ ഒന്നും നോക്കാൻ പാടില്ല. നമ്മൾ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കുക, നേരെ മുൻവശത്തേക്ക് നോക്കുക, ഇതൊക്കെ ആകാം. മേൽപോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്രയും അശ്രദ്ധ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അച്ചടക്കത്തോടുകൂടെ, ശാന്തമായിട്ട്, ഭക്തിയോടുകൂടെ, വിനയത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് വിജയികളെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടി വി ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊക്കെ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലല്ലോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.